മൂലക്കുരും വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ? നല്ല കടുത്ത വേദനയും പോളവും ഒക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ വീട്ടിൽ എണ്ണ ഉണ്ടാക്കിയിട്ട് ആ മൂലക്കുരു ഉള്ളതിൻ്റെ ആ പോളത്തിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു എണ്ണ 2 തുള്ളി വീതം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം നിങ്ങളൊന്ന് പുരട്ടി നോക്ക്. നല്ല പോളമായിട്ട് ഭയങ്കരമായിട്ട് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ആ വേദന മാറും, പോളവും ചുരുങ്ങി പോകും. ആ ഒരു ഭാഗത്ത് പോളം ഇല്ലാത്ത രീതിയിൽ തന്നെ ചുരുങ്ങി പോകും കേട്ടോ. വേദന മാറും. അപ്പം ആ ചുറ്റും ഭാഗത്തൊക്കെ ഉള്ള നീർക്കെട്ട് വലിയാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഈ ഇൻഫെക്ഷൻ പോലെ ചൊറിച്ചിലും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറും കേട്ടോ. ഈ ഒരു എണ്ണ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം ഇരുന്നാലും കേട് വരത്തില്ല. ആവശ്യത്തിന് നിങ്ങൾക്ക് അത് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണ ഉണ്ടാക്കാനുള്ള ഉപയോഗിക്കുന്ന ഒറ്റമൂലി ചെടി എന്ന് പറയുന്നത് കാട്ടപ്പ എന്ന് പറയും. നമ്മുടെയൊക്കെ നാട്ടിൽ ഇവിടെയൊക്കെ കാട്ടപ്പ എന്നാണ് പറയുന്നത്. ചിലർ വേറെ ഒന്ന് രണ്ടൊക്കെ പേരിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്തോ വേറെയൊക്കെ പേരുണ്ട്, എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ പേര്. എന്നാൾ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എന്തൊക്കെ പേരുകൾ പറഞ്ഞിട്ട് ആൾക്കാർ, അപ്പം പറയാൻ എനിക്കറിയാൻ പാടില്ല. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു നീലം വെള്ള പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴാണ് അതൊരു വെള്ള നീല കളറിലേക്കൊക്കെ ചേഞ്ച് തന്നെ. അപ്പം നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക. ഒരു ഇല കീറി മണക്കുമ്പോൾ ഒരു വെടുക്കിട്ടൊരു നാറ്റമുണ്ട് കേട്ടോ. അപ്പം ഇത് വേനൽ പച്ച എന്ന് പറഞ്ഞിട്ടൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ആളെടുത്തിട്ടുണ്ട്, ഒരു 8-10 ഇല എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില ആളുകൾക്ക് മൂലക്കുരുള്ള ആളുകൾക്കുണ്ടല്ലോ, ഈ മൂലക്കുരുൻ്റെ ആ ചുറ്റുമുള്ള ഭാഗത്ത് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് വെളുത്തുള്ളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ എണ്ണ തേച്ചാൽ മതി. ഈ എണ്ണ തേക്കുമ്പോൾ തന്നെ ചൊറിച്ചിലങ്ങോട്ട് പോകും കേട്ടോ. അപ്പം 50 ഗ്രാമോളം വരുന്ന രീതിയിൽ വെളിച്ചെണ്ണ എടുത്ത് വെച്ചേക്കുന്നത്, വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ. നല്ലെണ്ണ എടുക്കണ്ട. അപ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വെട്ടി തിളപ്പിക്കുക. വെട്ടി തിളപ്പിച്ച് കഴിയുമ്പം ഈ ഇലച്ചാർക്ക് അങ്ങോട്ട് പൊട്ടി വന്നു കഴിയുമ്പം ഈ നമ്മൾ കറിവേപ്പിലൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതുപോലെ വരത്തില്ല, നാര് പോലെ, അതുപോലെ ആകും കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് മൂത്ത് ഒരു ബ്രൗൺ കളറിൽ വരും. അപ്പോൾ നമുക്ക് എണ്ണയ്ക്ക് പച്ച കളർ വരും. എന്നിട്ട് നിങ്ങളിതങ്ങോട്ട് അരിച്ചെടുത്തിട്ട് നല്ല വൃത്തിയുള്ള കുപ്പിയിൽ, വെള്ളമൊന്നും പാടില്ല കുപ്പിയിൽ, അങ്ങനെ കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ച് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേദനയൊക്കെ ഉള്ള സമയത്ത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ഒരു 3 നേരമായിട്ട് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ 2 ദിവസം പുരട്ടിയാൽ മതി. പോളം ചുരുങ്ങി പോകും, വേദന മാറും, ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും. അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം. സിമ്പിളല്ല. നമ്മുടെയൊക്കെ വീട്ടിൻ്റെ പരിസരത്ത് നിൽക്കുന്ന നമുക്ക് തന്നെ കാശ് മുടക്കില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എണ്ണയാണ്. ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് സബ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ് കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.